Hey guys, welcome back to Vandi Malayalam and welcome back to our showroom visit series. അപ്പം ഇന്ന് ഷോറൂം വിസിറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പത്തനംതിട്ട ബിഗ് വിങ് ഷോറൂമിലാണുള്ളത് ഹോണ്ടയുടെ. അപ്പോൾ ഹോണ്ട ബിഗ് വിങ് ഷോറൂംസിൽ നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ ഹോണ്ടയുടെ ഹോണറ്റ് മോഡൽ മുതൽ NX 500 വരെയുള്ള മോഡൽസ് ബിഗ് വിങ് ഷോറൂംസിൽ അവൈലബിൾ ആണ്. ആക്ച്വലി ഹോണ്ടയുടെ ഈ ഒരു ഷോറൂം ലൈനപ്പ് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെഡ് വിങ്, ബിഗ് വിങ്, അങ്ങനെ തന്നെ ബിഗ് വിങ് ടോപ്പ് ലൈൻ എന്നുള്ള 3 കാറ്റഗറി ഓഫ് ഷോറൂംസ് ആണ് വരുന്നത്. അതിൽ ബിഗ് വിങ് ഷോറൂംസിൽ കിട്ടുന്നതാണ് ഞാനിപ്പോൾ പറഞ്ഞ ഹോർണറ്റ് മുതലുള്ള NX 500 എന്ന് പറയുന്ന അവരുടെ ഒരു മിഡിൽ വെയ്റ്റ് അഡ്വഞ്ചർ ടൂറർ ബൈക്ക്. അതിന് മുകളിലോട്ട് വരുന്ന പ്രീമിയം ബൈക്കുകളൊക്കെ തന്നെ നമുക്ക് ടോപ്പ് ലൈൻ ഷോറൂംസിലാണ് കിട്ടുന്നത്. അതിന് താഴേക്കുള്ള സ്കൂട്ടേഴ്സ് ആൻഡ് കമ്മ്യൂട്ടർ മോട്ടോർ സൈക്കിൾസ് ഒക്കെ തന്നെ നമുക്ക് റെഡ് വിങ് ഷോറൂംസിലാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ബിഗ് വിങ് ലെവൽ ഷോറൂമിലാണ്. അപ്പോൾ ഇവിടെയുള്ള മോഡൽസ് ഏതൊക്കെയാണ്, അതിൻ്റെ ഇപ്പോഴത്തെ ഓൺ റോഡ് പ്രൈസ് എത്രയാണെന്നുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോ വാഹനങ്ങളായിട്ട് പ്രൈസ് നോക്കി തുടങ്ങാം. അപ്പോൾ നമ്മൾ ഈ പറയാൻ പോകുന്ന പ്രൈസ് എന്ന് പറയുന്നത് എക്സ് ഷോറൂം, റോഡ് ടാക്സ്, ഇൻഷുറൻസ്, അങ്ങനെ ഓൺ റോഡ് പ്രൈസ് എന്നുള്ളതാണ്. അപ്പോൾ ഹോണ്ട വാഹനങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് കമ്പനി തന്നെ അവരൊരു ഓഫറായിട്ട് ഒരു കാര്യം കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് 6 വർഷത്തേക്കുള്ള വണ്ടിയുടെ വാറണ്ടി, അതുപോലെ തന്നെ 1 ഇയറിലുള്ള RSAയും കൂടെ ആഡ് ആവുന്നുണ്ട്. അതായത് ഇപ്പം നമുക്ക് സ്റ്റാൻഡേർഡ് വാറണ്ടി വരുന്നത് 3 വർഷമാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 വർഷം അഡീഷണൽ വാറണ്ടിയും 1 ഇയർ RSAയും കൂടെ ചേർത്തിട്ടുള്ള ഓൺ റോഡ് പ്രൈസ് ആയിരിക്കും നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മൾ നമ്മുടെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നതായിരിക്കും. അതൊരു മാൻഡേറ്ററി ആയിട്ട് വരുന്ന ഐറ്റം അല്ല. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ സാധാരണ വാഹനം വാങ്ങുന്ന ആൾക്കാർ എടുത്തു പോകുന്ന ഒരു സ്കീമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ബഡ്ജറ്റിൽ അത്ര ടൈറ്റാണ്, നിങ്ങൾക്ക് 1 രൂപയ്ക്ക് 1 രൂപ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം അതും നമ്മൾ എന്തായാലും ഈ ഒരു പ്രൈസിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു പോകുന്നതായിരിക്കും. നമുക്ക് കിട്ടിയ പ്രൈസ് ലിസ്റ്റ് അനുസരിച്ച് അങ്ങനെയാണ് ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ഓൺ റോഡ് പ്രൈസിൽ നിന്നും മൈനസ് ചെയ്ത് കളയാവുന്നതാണ്. ഈ ഒരു ബിഗ് വിങ് ഷോറൂമിലെ ഫസ്റ്റ് മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ ഈ കാണുന്ന ഹോണ്ട CB ഹോണറ്റ് 2.0 എന്ന് പറയുന്ന വാഹനമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1,39,000 രൂപ എന്നാണ് എക്സ് ഷോറൂം. 21,555 രൂപ നമുക്ക് റോഡ് ടാക്സ് വരുന്നുണ്ട്. 12,766 രൂപയോളം ഇതിന് ഇൻഷുറൻസും വരുന്നുണ്ട്. പിന്നീട് നമ്മൾ പറഞ്ഞ ആ ഒരു RSAയും എക്സ്റ്റൻഷൻ വാറണ്ടിയും കൂടെ ചേർത്ത് വരുമ്പോഴത്തേക്ക് ഏകദേശം 1,413 രൂപ മാത്രമേ ആകുന്നുള്ളൂ. അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് ഓൺ റോഡ് പ്രൈസ് വരുമ്പോഴത്തേക്ക് 1,74,734 രൂപയാണ് നമുക്ക് CB ഹോണറ്റ് 2.0യുടെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇനി ആ ഒരു എക്സ് ഷോറൂം പ്രൈസിൽ നിങ്ങൾ അഡീഷണൽ ആയിട്ട് ഒരു 1,000 റുപ്പീസ് കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന സ്പെഷ്യൽ എഡിഷൻ ഹോണറ്റ് നിങ്ങൾക്ക് ഇറക്കാൻ സാധിക്കുന്നതാണ്. റെപ്സോൾ സ്പെഷ്യൽ എഡിഷൻ ആണിത്. MotoGP ഫാൻസ് ആണ് നിങ്ങൾ, ഹോണ്ടയുടെ MotoGP ഫാൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാം റെപ്സോൾ എഡിഷൻ എന്തോരം സ്പെഷ്യൽ ആണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് 1,40,000 രൂപയാണ്. 23,250 രൂപ റോഡ് ടാക്സ് ഉണ്ട്. 12,787 രൂപയാണ് ഇൻഷുറൻസ് വരുന്നത്. പിന്നീട് ഈ പറയുന്ന അഡീഷണൽ വാറണ്ടിയും RSAയും കൂടെ ചേർത്ത് വരുമ്പോഴത്തേക്ക് 1,413 രൂപയാണ് അതിന് കോസ്റ്റ് വരുന്നത്. അങ്ങനെ ടോട്ടൽ 1,77,450 രൂപയോളമാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഹോണറ്റ് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന മോഡലാണ് ഈ കാണുന്ന CB 200X. ഒരു ചെറിയ അഡ്വഞ്ചർ ബൈക്കിൻ്റെ ലുക്കിലൊക്കെ വരുന്ന ഒരു ഡെയിലി യൂസബിൾ ബൈക്കാണ് ഹോണ്ടയുടെ. അപ്പോൾ ഇതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1,46,999 രൂപയിൽ നിന്നുമാണ്. 24,299 രൂപ നമുക്കിതിന് റോഡ് ടാക്സ് വരുന്നുണ്ട്. 12,527 രൂപ ഇൻഷുറൻസ്, പിന്നെ 1,413 രൂപ തന്നെയാണ് ഇതിൻ്റെയും ഒരു 3 വർഷത്തേക്കുള്ള എക്സ്റ്റൻഡഡ് വാറണ്ടിയും 1 ഇയർ RSAയ്ക്കും വരുന്ന പ്രൈസ് എന്ന് പറയുന്നത്. അതെല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ 1,85,238 രൂപ ഓൺ റോഡ് പ്രൈസിൽ നമുക്ക് CB 200X റോഡിൽ ഇറക്കാൻ സാധിക്കും. നമുക്കിപ്പോൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങാൻ പറ്റുന്ന വെച്ച് വൺ ഓഫ് ദ മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു 300cc മോട്ടോർ സൈക്കിളാണ് ഈ കാണുന്ന ഹോണ്ട CB 300F എന്ന് പറയുന്നത്. ആദ്യം ഇത് കുറച്ച് ഓവർ പ്രൈസ്ഡ് ആയിട്ടായിരുന്നു വന്നിരുന്നത്. പക്ഷേ പിന്നീട് ഹോണ്ട അതിൻ്റെ പ്രൈസ് കട്ട് ചെയ്യുകയും പിന്നീട് അതിൻ്റെ മേലെ ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ ഒരു വാഹനത്തിന് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് 1,70,822 രൂപയാണ്. ഒരു 300cc മോട്ടോർ സൈക്കിളാണ്. ഏകദേശം 25 bhp പവറും കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു നല്ല ടോർക്കി ആയിട്ടുള്ള ഒരു എഞ്ചിനോട് കൂടിയിട്ടൊക്കെ വരുന്ന ഒരു വാഹനമാണിത്. ഇതിൻ്റെ റോഡ് ടാക്സ് എന്ന് പറയുന്നത് 27,873 രൂപയാണ്. 13,053 രൂപ നമുക്ക് ഇനി ഇൻഷുറൻസും വരുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ 3 വർഷത്തെ വാറണ്ടി, അതുപോലെ തന്നെ 1 ഇയർ RSAയ്ക്കായിട്ട് 5,798 രൂപയും കൂടെ ചാർജ് വരുന്നുണ്ട്. അങ്ങനെ അതും കൂടെ ചേർത്ത് ഈ ഒരു വാഹനത്തിന് വരുന്ന ഓൺ റോഡ് പ്രൈസ് കേൾക്കുമ്പോഴാണ് നിങ്ങൾ ഞെട്ടാൻ പോകുന്നത്. 2,17,546 രൂപ മാത്രമാണ് ഈ ഒരു 300cc മോട്ടോർ സൈക്കിളിനുള്ള പ്രൈസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ ഒരു പ്രൈസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വൺ ഓഫ് ദ മോസ്റ്റ് വാല്യൂ ഫോർ മണി 300cc ബൈക്ക് തന്നെ ഇതിനെ പറയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു ഹോണ്ടയുടെ 300cc വേണം ഒരു അഫോർഡബിൾ റേറ്റിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റിയൊരു മോഡൽ തന്നെയാണ് ഈ ഒരു CB 300F എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയാണ് നമ്മുടെ ഹോണ്ടയുടെ തന്നെ 350 സീരീസിൽ വന്നതിൽ മോസ്റ്റ് പോപ്പുലർ മോട്ടോർ സൈക്കിളായിട്ടുള്ള ഹൈനസ് 350ലേക്ക് വരുന്നത്. അപ്പോൾ ഹോണ്ട ഹൈനസ് CB 350ക്ക് 3 വേരിയൻസോളം നമുക്ക് വരുന്നുണ്ട്. ഡീലക്സ്, ഡീലക്സ് 2, ഡീലക്സ് 3 എന്ന് പറയുന്നത് അങ്ങനെ 3 വേരിയൻസ് ആയിട്ടാണ് ഈ ഒരു വാഹനം വരുന്നത്. അപ്പോൾ ഡീലക്സ് 1 ഏറ്റവും ബേസ് ഹൈനസിൻ്റെ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക്
1,99,988 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. അപ്പം 2 ലാഖിന് അബവ് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിന് ആ ഒരു ടാക്സിൻ്റെ ചേഞ്ച് അത്ര വലിയതായിട്ട് വരില്ല. അപ്പോൾ ഇതിൻ്റെ റോഡ് ടാക്സ് വരുന്നത് 32,248 രൂപയാണ്. 13,697 രൂപ ഇൻഷുറൻസ്, 5,798 രൂപ നമുക്ക് എക്സ്റ്റൻഡഡ് വാറണ്ടിയും RSAയും കൂടെ ചേർത്ത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഓൺ റോഡ് പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ 2,51,731 രൂപ മാത്രമാണ് വരുന്നത്. അപ്പോൾ 2.5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു 350cc ടൂറിങ്ങിനും ഡെയിലി യൂസിനും ഒക്കെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന റിഫൈൻഡ് ഹോണ്ട എഞ്ചിനോട് കൂടി വരുന്ന ഹൈനസ് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ ഡീലക്സ് 2 വേരിയൻറ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എക്സ്ഷോറൂം വരുന്നത് 2,13,678 രൂപയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടാക്സ് കുറച്ച് കൂടും, കാരണം 20% മണ്ടയ്ക്ക് പോകും. ടാക്സ് ഇനത്തിൽ നമ്മൾ 47,122 രൂപയാണ് കൊടുക്കുന്നത്. 14,000 രൂപയോളം ഇൻഷുറൻസ് വരുന്നുണ്ട്. 5,798 രൂപ തന്നെയാണ് നമുക്ക് വാറണ്ടിയും RSAയും കൂടെ വരുമ്പോൾ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഓൺ റോഡ് പ്രൈസ് ഏകദേശം 2,80,598 രൂപയാണ് ഡീലക്സ് 2-ന്. ഡീലക്സ് 3 എന്നുള്ളത് മോഡൽ നോക്കുക, അതായത് നമ്മുടെ ഈ കാണുന്ന ലെഗസി എഡിഷനൊക്കെ ആ ഒരു ഡീലക്സ് 3 കാറ്റഗറിയിൽ വരുന്ന വാഹനമാണ്. അപ്പോൾ അതിൻ്റെ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2,17,178 രൂപയാണ് നമുക്ക് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. അതിന് 47,857 രൂപ നമുക്ക് ടാക്സ് വരുന്നുണ്ട്. 14,076 രൂപ ഇൻഷുറൻസ്, 5,798 രൂപ വാറണ്ടി പ്ലസ് RSA. അങ്ങനെ ഏകദേശം 2,84,909 രൂപയോളമാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈനസ് സീരീസിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഓൺ റോഡ് പ്രൈസ് നിങ്ങൾക്ക് ഏകദേശം ഒരു 2.5 ലക്ഷത്തിൽ തുടങ്ങി 2,80,000 ആ ഒരു റേഞ്ചിലേക്കാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് പോകുന്നത്. അപ്പം ഇനിയും വരുന്ന സീരീസ് എന്ന് പറയുന്നതാണ് RS CB350 RS. CB350 RS മോഡൽസിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം 3 വേരിയൻസോളം വരുന്നുണ്ട്. മോണോ, ഡ്യുവൽ ടോൺ, അതുപോലെ തന്നെ ഈ കാണുന്ന റെഡ് കളറ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2,15,677 രൂപ എക്സ്ഷോറൂമിൽ നിന്നാണ് മോണോ കളർ ഓപ്ഷന്. 47,542 രൂപ ടാക്സ് വരുന്നുണ്ട്. 14,043 രൂപ ഇൻഷുറൻസ് വരുന്നുണ്ട്. 5,798 രൂപയാണ് നമുക്ക് എക്സ്റ്റൻഡഡ് വാറണ്ടി പ്ലസ് RSA. അങ്ങനെ ഓൺ റോഡ് പ്രൈസ് നോക്കുമ്പോഴത്തേക്ക് 2,83,060 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇനി രണ്ടാമത്തെ വേരിയൻ്റ് ആയിട്ടുള്ള ഡുവൽ ടോൺ കളർ ഓപ്ഷൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2,18,679 രൂപയാണ് എക്സ്ഷോറൂം. 48,172 രൂപ റോഡ് ടാക്സ് ഉണ്ട്. 14,109 രൂപയാണ് ഇൻഷുറൻസ്. എക്സ്റ്റൻഡഡ് വാറണ്ടി പ്ലസ് RSAയും കൂടെ ചേർത്ത് ഓൺ റോഡ് പ്രൈസിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം 2,86,758 രൂപയാണ് ഓൺ റോഡ് വരുന്നത്. ഇനി ഈ കാണുന്ന റെഡ് കളർ, അതായത് സാബ് എന്ന് പറയുന്ന ഒരു മോഡൽ, ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 2,18,678 രൂപ തന്നെയാണ്. 48,172 രൂപ തന്നെ ടാക്സ് ഉണ്ട്. 14,109 രൂപ ഇൻഷുറൻസ്. അങ്ങനെ ഓൺ റോഡ് പ്രൈസ് വരുമ്പോഴത്തേക്ക് ഇതിനും 2,86,757 രൂപയാണ് ഓൺ റോഡ് വരുന്നത്. 350 RSൽ നമുക്ക് ഹ്യൂ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ എഡിഷനും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അത് സ്പെഷ്യൽ എഡിഷൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ ഇപ്പം സ്റ്റോപ്പ് ചെയ്തു. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല. പിന്നീട് വരുന്ന മോഡലാണ് ഈ കാണുന്ന CB350 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് 2 വേരിയൻസ് വരുന്നുണ്ട്, ഡീലക്സും അതുപോലെ തന്നെ ഡീലക്സ് പ്രോയും. അപ്പോൾ ഡീലക്സിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് എക്സ്ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1,99,990 രൂപയിൽ നിന്നുമാണ്. അതിന് 32,248 രൂപ റോഡ് ടാക്സ് വരുന്നുണ്ട്. 13,697 രൂപ ഇൻഷുറൻസ്, പിന്നെ ഒരു 3 വർഷത്തെ എക്സ്റ്റൻഡഡ് വാറണ്ടി പ്ലസ് RSAയും കൂടെ ചേർത്ത് ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് 2,51,733 രൂപയാണ്. ഇനി പ്രോ വേരിയൻറ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ഷോറൂം സ്റ്റാർട്ട് ചെയ്യുന്നത് 2,18,622 രൂപയിൽ നിന്നാണ്. 48,160 രൂപയാണ് അതിന് റോഡ് ടാക്സ്. അതുപോലെ തന്നെ 14,108 രൂപ ഇൻഷുറൻസും ചേർത്ത് നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 2,86,688 രൂപയാണ്. അപ്പം ഇപ്പോൾ ഇറങ്ങിയതിൽ വെച്ച് വൺ ഓഫ് ദ മോസ്റ്റ് ക്ലാസിക് ലുക്ക് വരുന്ന ഒരു മോട്ടോർ സൈക്കിളാണ് ഈ CB350 എന്ന് പറയുന്നത്. ഹൈനസിൽ നിന്നും കുറേ കൂടെ ഒരു ക്ലാസിക് ലുക്കാണ് ഈ ഒരു വാഹനത്തിന് ഹോണ്ട കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ഈ വാഹനങ്ങളൊക്കെ തന്നെ ഹോണ്ടയുടെ ജെന്യൂൻ അക്സസറീസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഏകദേശം 15-ൽ പരം ജെന്യൂൻ അക്സസറീസ് ആണ് ഹോണ്ട ഈ ഒരു CB സീരീസിന് വേണ്ടിയിട്ട് ഇപ്പം പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ നിൽക്കുന്നതായി കാണുന്ന ബാക്ക് പാനിയേഴ്സ്, അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ വലിയ വിൻഷീൽഡ്, പലതരം ക്രാഷ് ഗാർഡ്സ്, ഫോഗ് ലൈറ്റ്സ്, അങ്ങനെ ഒരുപാട് അക്സസറീസ് അവർ ജെന്യുവനായിട്ട് തന്നെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ആ ഒരു CB350 സീരീസിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത്. ഇനി വരുന്നത് ഹോണ്ടയുടെ തന്നെ ആ ഒരു നേക്കഡ് സ്ട്രീറ്റ് കാറ്റഗറിയിൽ വരുന്ന CB300R ആണ്. CB300Fൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ആദ്യം കുറച്ച് ഓവർ പ്രൈസ്ഡ് ആയിട്ട് വന്നൊരു മോഡലായിരുന്നു CB300R. പക്ഷേ ഇപ്പോൾ ഇത് ഒരു കറക്റ്റ് പ്രൈസിങ്ങിലേക്ക് ഹോണ്ട കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ
അത്യാവശ്യം നല്ല ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു 300cc മോട്ടോർ സൈക്കിളാണിത്. കാരണം നമുക്ക് ലിക്വിഡ് കൂൾഡ് DOHC എഞ്ചിൻ വരുന്നുണ്ട്. വളരെ വെയിറ്റ് കുറവുള്ളൊരു മോട്ടോർ സൈക്കിളാണ്. ഏകദേശം 147 കിലോഗ്രാം എന്തോ അതിൻ്റെ കെർബ് വെയിറ്റ് വരുന്നുള്ളൂ. സോ പവർ ടു വെയിറ്റ് റേഷ്യോയുടെ കാര്യത്തിലാണെങ്കിലും ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ ഒരു അടിപൊളി പെർഫോമൻസ് വരുന്ന ഒരു മോട്ടോർ സൈക്കിളാണിത്. അപ്പോൾ ഇനി പ്രൈസും കൂടെ നമുക്ക് നോക്കാം. CB300Rൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2,40,821 രൂപയാണ് എക്സ്-ഷോറൂം പ്രൈസ്. അതിന് നമുക്ക് ഏകദേശം 52,822 രൂപയോളം റോഡ് ടാക്സ് വരുന്നുണ്ട്. 14,627 രൂപയാണ് അതിൻ്റെ ഇൻഷുറൻസ്. 6,747 രൂപ നമുക്ക് 3 വർഷത്തെ എക്സ്റ്റൻഡഡ് വാറണ്ടിക്ക് 1 വർഷം RCIക്കുമായിട്ടും വരും. അപ്പം ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 3,15,013 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു വാഹനം ഓൺ റോഡ് ഇറക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഈ ഒരു പ്രൈസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു വർത്ത് മോട്ടോർ സൈക്കിൾ തന്നെയാണ്. കാരണം ഒരു 3 ലക്ഷം റേഞ്ചിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നതിൽ വെച്ച് അടിപൊളി പെർഫോമൻസും ഹാൻഡ്ലിങ്ങും തരുന്ന ഒരു ഹോണ്ട മോട്ടോർ സൈക്കിളാണ് ഈ കാണുന്ന CB300R എന്ന് പറയുന്നത്. ഇനിയിപ്പം ഒരു മോഡലും കൂടെ നമുക്ക് ഈ ഒരു ബിഗ് വിങ്ങിൻ്റെ അണ്ടറിൽ വരും. അതാണ് ഹോണ്ടയുടെ ഏറ്റവും പുതിയ NX500 എന്ന് പറയുന്ന ഒരു മിഡിൽ വെയ്റ്റ് അഡ്വഞ്ചർ ടൂറർ മോട്ടോർ സൈക്കിളാണത്. അപ്പോൾ അതിൻ്റെ പ്രൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സ്-ഷോറൂം പ്രൈസ് വരുന്നത് 5,90,000 രൂപയോളമാണ്. ഏകദേശം 1,26,150 രൂപയോളം നമുക്ക് അതിന് റോഡ് ടാക്സ് വരുന്നുണ്ട്. 32,000 രൂപയോളം അതിന് ഇൻഷുറൻസും വരുന്നുണ്ട്. അങ്ങനെ ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 7,48,159 രൂപയാണ് NX500ൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വാഹനം എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ റെഡിലി ഷോറൂംസിൽ കാണാൻ സാധിക്കില്ല. ഓൺ ഡിമാൻഡ് അനുസരിച്ചാണ് മിക്ക ഷോറൂമുകളിലും അത് വരുന്നത്. അപ്പോൾ ഇത്രയും വാഹനങ്ങളാണ് ഹോണ്ടയുടെ ബിഗ് വിങ് ഷോറൂമിന് അണ്ടറിൽ ഇപ്പോൾ നമുക്ക് വിറ്റുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഇതിനും മുകളിലേക്കുള്ള ഹയർ മോഡൽസ് എന്ന് പറയുന്നത് നമ്മുടെ ടോപ്പ് ലൈൻ ഷോറൂമുകളിലാണ്. അത് നമ്മുടെ ആഫ്രിക്ക ട്വിൻ, ഗോൾഡ് വിങ് പോലെയുള്ള CB650R പോലെയുള്ള ഹോണ്ടയുടെ ഏറ്റവും ടോപ്പ് ഓഫ് ദ ലൈൻ സ്പോർട്സ് ബൈക്സ്, അഡ്വഞ്ചർ ബൈക്സ് അങ്ങനെയുള്ളതെല്ലാം ആ ഒരു ഷോറൂമിൻ്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പം അതും എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ സീരീസിനുള്ള നിങ്ങൾക്ക് വരും എപ്പിസോഡുകളിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പം ഇന്ന് നമ്മൾ പരിചയപ്പെട്ട ഇത്രയും മോട്ടോർ സൈക്കിൾസിൽ നിന്നും ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് ഹോണ്ട ബിഗ് വിങ് മോട്ടോർ സൈക്കിൾ എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഈ വാഹനങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾ ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് നിങ്ങളുടെ ആ ഒരു അഭിപ്രായം ആ ഒരു വാഹനത്തെ പറ്റി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എത്ര രൂപയ്ക്കാണ് നിങ്ങൾ വാങ്ങിയത്, അതായത് നിങ്ങൾ വാങ്ങിയ പ്രൈസിൽ നിന്നും ഈ ഒരു ഇപ്പോഴുള്ള ഓൺ റോഡ് പ്രൈസിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇനിയും വരാൻ പോകുന്ന എപ്പിസോഡ്സിൽ എന്തൊക്കെയാണ് ഞങ്ങൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളും തീർച്ചയായിട്ടും കമൻറ്റിലൂടെ നിങ്ങൾ ഞങ്ങളെ അറിയിക്കുക. അപ്പം വരും എപ്പിസോഡുകളിൽ മറ്റൊരു ഡീലർഷിപ്പായിട്ട് കാണുന്നത് സ്മീ നിജിൻ സൈനിങ് ഔട്ട്.